നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡിന്റെ വില സ്വല്പം ഏറിയിട്ടുണ്ട്. 14,200 ആണ് 22 ക്യാരറ്റ് ഗോൾഡ്. അതുപോലെ തന്നെ 15,490 അടുത്താണ് 24 ക്യാരറ്റ് ഇരിക്കുന്നത്. വെള്ളി ആക്ച്വലായിട്ട് 1% കറക്ഷൻ ആണ്. പക്ഷെ കറക്ഷനേ ഇല്ല എന്ന് പറയുന്നു. 2,45,000 രൂപയ്ക്കാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ കിട്ടുന്നത് 1 kg. ഇന്ന് എല്ലാ സ്റ്റോക്കും ഇറങ്ങിയിട്ടുണ്ട്. 95.62 ആണ് രൂപയുടെ വാല്യൂ. എന്ത് തന്നെ ചെയ്താലും ICUയിലിട്ട് തന്നെ വെളിയിലെടുക്കുന്നു. അക്ഷയ എണ്ണയുടെ വില 92.5 93.5 എന്നാണ് ഇരിക്കുന്നത്. നിഫ്റ്റി വന്ന് പാതാളത്തിൽ ചെന്ന് നെഗറ്റീവിലാണ് ഇരുന്നത്. എടുത്ത ഉടനെ 125 പോയിന്റാണ് പ്ലസ്. -20 -30 വരയ്ക്കും ഇറങ്ങിയായിരുന്നു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയെങ്കിലും കയറ്റിയാവണമല്ലോ. പല ഇത്രയും നല്ല നല്ല മെസ്സേജസ് ഒക്കെ തന്നിരിക്കുന്നല്ലേ. അതുമല്ലാതെ അന്ന് മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ആയ പ്രോബ്ലം ആകുമല്ലേ. ഫല എന്ന് പറയുന്നത് ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഇത്രയും നല്ല ന്യൂസൊക്കെ തന്നിരിക്കുന്നല്ലേ. അങ്ങനെ ഇരുന്നും എന്താണ് ഇങ്ങനെ നടക്കുന്നു എന്ന് വിചാരിച്ച് ബാങ്ക് നിഫ്റ്റീനെ ഒരേ അടിയായിട്ട് കയറ്റി സ്ട്രെയിറ്റ് ആയിട്ട് 1130 പോയിന്റിനെ കയറ്റി അവിടെ നിന്ന് മാർക്കറ്റിനെ കുറച്ച് പ്ലസ്സിൽ നിർത്തിയിരിക്കുന്നു. ഇന്നലെ വീഴുന്നത് 350 പോയിന്റാണ്. ഇന്ന് ഏറിയത് 119 പോയിന്റ്. ഇതും ജസ്റ്റ് മിസ്. IT ഇൻഡെക്സ് ഡൗൺ ആണ്. ആക്ച്വലി IT-ന് ഒരു നല്ല ന്യൂസാണ്. H1Bക്ക് $100,000 കെട്ടിയാൽ തന്നെ പറ്റുമെന്ന് പറയുന്നു. ജഡ്ജി കടാക്ഷി കോർട്ടിൻ്റെ വെളിയിലിട്ടു. ഇത് കാരണം ഫാർമ പ്ലസ് 0.9, ഓട്ടോ പ്ലസ് 0.7, FMCG 0.2, പിന്നെ മെറ്റൽ 0.2, IT 0.7 മൈനസ്. ഒരാളെ നോക്കിയെങ്കിൽ എല്ലാ ബാങ്കിനെയും സ്ട്രെയിറ്റ് ആയിട്ട് കയറ്റി വെച്ചിരിക്കുന്നു. നമ്മൾ വളരെ സന്തോഷത്തോടെ ഹാപ്പിയാവുന്നു. ഇന്ന് നെഗറ്റീവ് എന്ന് നോക്കിയാൽ ഗോൾഡ് സ്റ്റോക്ക് മാത്രമാണ് നെഗറ്റീവ്. അതായത് തങ്കമയിൽ, ടൈറ്റൻ നെഗറ്റീവ്, ഇൻഫി നെഗറ്റീവ്. ഇൻഫിനെ എന്തുകൊണ്ട് നെഗറ്റീവിൽ ഇട്ടു എന്ന് അറിയാൻ പറ്റുന്നില്ല. ആക്ച്വലി H1B കേസിൽ അവർക്ക് നല്ല ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഇന്നൊരു സമയം ന്യൂസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ IDFC ഫസ്റ്റ് 3.25% അപ്പാണ്. തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 3.5% അപ്പാണ്. പിന്നെ ഇൻഫിയിൽ ഇന്നൊരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. 20,000 പേരിനെ ജോലിക്ക് വേണ്ടി ടെസ്റ്റ് വെച്ചായിരുന്നു. അതിൽ അവർ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളൊന്നും ചേർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് തിരികെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് ഈ ആളെടുക്കണതിന് അവർ നിർത്തും. ഇപ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥിതിക്ക് IT-യിൽ ഏതൊരു റിക്രൂട്ട്മെൻറ്റിനും പോസിബിലിറ്റീസ് ഇല്ല. അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ വിപ്രോ വന്നിട്ട് 8% താഴെ ഇറങ്ങി. ബൈബാക്ക് റെക്കോർഡ് ഡേറ്റിൻ്റെ ശേഷം പാതാളത്തിൽ ചെന്നിരിക്കുന്നു. TCS-ന് കനഡ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയോടൊപ്പം ഡീൽ കിട്ടിയിരിക്കുന്നു. AI ഫോക്കസ്ഡ് GCC ബിസിനസ് ഗ്ലോബൽ വാല്യൂ അറ്റ് എലിവേഷൻ സെൻറ്റർ എന്നാണ് വച്ചിരിക്കുന്നു. AI-ൽ GCC എങ്ങനെയെന്ന് വെച്ചാൽ ഗ്ലോബൽ കാപ്പബിലിറ്റി സെൻറ്റർ. ഇത് ഒരു ഗ്രോത്ത് എഞ്ചിനായി ഇരിക്കും എന്നാണ് PCS പറയുന്നത്. എനിവേ TCS താഴെ ഇറങ്ങുന്നതോറും നമ്മൾ 1-2 കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അടുത്ത കാര്യം ഫിനാൻസ് മിനിസ്ട്രി എന്ത് പറയുന്നു എന്നാൽ ഗോൾഡ് ലെൻഡിങ് ലൂൺസിനെ നമ്മൾ നിർത്തിയെങ്കിൽ, അതായത് ഗോൾഡ് ലെൻഡിങ്ങിനെ കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് കുറയും. കാരണം ഈസി ആയിട്ട് നിങ്ങൾ ഗോൾഡിനെ വെച്ച് കടൻ വാങ്ങും. ആ കടൻ വാങ്ങുന്നത് നിർത്താൻ വേണ്ടി ഒരു പ്ലാൻ ഇടാം എന്ന് പറഞ്ഞ് ഗോൾഡ് ലോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ടൈറ്റായിട്ട് പിടിക്കുന്നു. അതേസമയം ഗോൾഡിൻ്റെ വില ഒക്കെ മെനഞ്ഞാൻ ഇറങ്ങിയായിരുന്നു, പക്ഷേ ഇന്ന് കയറിയിരിക്കുന്നു. അതിന് ഉടനെ ഈ ഗോൾഡിന് റീറ്റെയിൽ ചെയ്യുന്ന സ്റ്റോക്കൊക്കെ കാളെ ഇറങ്ങിയായിരുന്നു. RBI എന്ത് പറയുന്നു എന്നാൽ ഡോളറിന് സ്റ്റാക്ക് ചെയ്യുന്ന ഡീല് ഇതിനൊക്കെ ഹെഡ്ജിങ് 3.5% ഇരുന്നതിൽ വെറും 1.5% കൊടുത്താൽ മതി, മീതിന് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോളറിനകത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്ന് ഒരേടിയായിട്ട് ബാങ്ക് സ്റ്റോക്കൊക്കെ ഏറിയിരിക്കുന്നു. രാജേഷ് എന്ത് പറയുന്നു എന്നാൽ ആര് ചോദ്യം ചോദിച്ചാലും LIC അങ്ങനെ വെച്ചാൽ എന്ത് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓഫീസ് എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഇത്ര പ്രാവശ്യം ഞാൻ പറയുന്നതാണ് I am from ഗുജറാത്ത് എന്ന്. എന്നിട്ട് കാര്യം മനസ്സിലാവുന്നില്ല. I am from ഗുജറാത്ത്. ആക്ച്വലി നോക്കിയെങ്കിൽ ഈ നമ്പർ സ്കാം അർഷദ് മേത്തയും ഏത്തൻ പെരയ്ക്കും രണ്ടും ചേർത്താലും അത്രയും നമ്പർ വരില്ല. പക്ഷെ ഈ വലിയ ഒരു പൂച്ചണിക്കൈന് ഭക്ഷണത്തിൽ മറയ്ക്കാനാണ് അവർ മനസ്സ് ചെയ്തിരിക്കുന്നത്. മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നോ ഇല്ലയോ. ഈ ആഴ്ചയിൽ ഇന്നൊരു ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ദി മാൻ ഫ്രം ഗുജറാത്ത് എന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഒന്നുമില്ല, LIC-യിൽ ഒരു 2,000 കോടി അല്ലെങ്കിൽ 3,000 കോടി ഗോവിന്ദോ ആയിരിക്കുന്നു. US അപ്പാച്ചി എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ് ഇരിക്കുന്നതിലെ വലിയ ഹെലികോപ്റ്റർ. നല്ല ഒസ്തയായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ. അതിനെ ഈരാൻ വെടിവെച്ചു, അതായത് ചുട്ടു. ഇത് കടലിൽ താഴെ ഇറങ്ങി വീഴുന്നു. അതിലിരുന്ന 2 ക്രൂവിനെ ഞങ്ങൾ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ വെച്ചു.
വളരെ സേഫ്റ്റിയോടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇസ്രയേലും ഇറാനും സീസ് ഫയർ ഇട്ടിരിക്കുന്നു. ഇത് കാരണം ഓയിലിൽ $1 $1 വരെ കുറഞ്ഞിരിക്കുന്നു. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥിതിക്ക് പീസ് ഡീലൊന്നുമില്ല. ലെബനൻ എന്ത് പറയുന്നു എന്നാൽ ഇസ്രയേൽ 3500 അടി വരയ്ക്കും കൊണ്ടിട്ടു സീസ് ഫയറിൽ എന്ന് പറയുന്നു. ഇന്ത്യ എന്ത് പറയുന്നു എന്നാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തീർന്ന് കുറച്ച് വെള്ളം തന്നു. 2 പെഗ് ബോട്ടിൽ പോലെ വെള്ളം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. അത് എണ്ണയെ പറയുന്നത്. ഇതൊക്കെ ഞങ്ങളൊന്ന് ടോൾ കെട്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞ് നിർത്തരുത് അയ്യാ ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നു അവർ. PM സ്കീമിൽ $300 സബ്സിഡിയിൽ ആ സിലിണ്ടറിന് കൊടുത്തായിരുന്നു. 2 ഇരുന്നതിന് ഇപ്പോൾ 9 ആക്കിയിരിക്കുന്നു. 9 ഇരുന്ന് ഇപ്പോൾ 4. ഇത്രയും പേർക്കാണ് ഇനി കാശ് വരും എന്നത് അറിയാൻ പറ്റുന്നില്ല. അതായത് ഇത്രയും ചെയ്ത് സിലിണ്ടറിൻ്റെ വില $700 ഇരിക്കുന്നു. കാരണം $1700 ഒരു സിലിണ്ടറിനെ കൊണ്ടുപോകാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ക്യാമറമാൻ പറഞ്ഞ കാര്യമാണ്. പാവം ഇന്ന് അവർ വീട്ടിൽ സിലിണ്ടർ വന്നിരിക്കുന്നു. സിലിണ്ടറിന് $1010 എടുത്തിരിക്കുന്നു. ഞാൻ $1000 എന്ന് റൗണ്ടർ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് പറയുന്നത് 1000 അല്ല 1010 എന്ന്. 1010 കൊടുത്താൽ തന്നെ സാർ കാര്യം നടക്കുന്നു. അല്ലെങ്കിൽ സിലിണ്ടർ വെളിയിൽ പോകുന്നു. $2000 വിറ്റുകൊണ്ട് 1000 നിനക്ക് തരാമെന്ന് പറയുന്നു. ഇല്ല അങ്ങനെ ഒന്നും വേണ്ട, ഞാൻ തന്നെ $1010 വാങ്ങാമെന്ന് പറഞ്ഞ് അയാൾ വാങ്ങിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ 27 ദിവസത്തിൽ, അതായത് 25 27 ദിവസത്തിൽ അമ്പത്തിൽ ജസ്റ്റ് 45 days സിലിണ്ടർ കിട്ടും. അപ്പോൾ ഇതൊക്കെ വെയിറ്റിംഗ് പീരീഡാണ്. കാരണം നിങ്ങൾ ഗ്രാമത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ സെക്കൻഡ് ക്ലാസ് സിറ്റിസണാണ്. നിങ്ങൾക്ക് 45 ദിവസം. തിരുപ്പൂരിൽ കുറവായിരുന്ന ബനിയൻ സെയിൽസ് കൊല്ലം തന്നെ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഈ ഫിനാൻഷ്യൽ ഇയർ 26ലും പറഞ്ഞിരിക്കുന്നു. ഇതിൽ എന്തെന്ന് ചോദിക്കുവാണെങ്കിൽ ടാരിഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നു. എഫക്റ്റ് ഇന്നും വന്നില്ല. കാരണം ഷിപ്മെൻറ്റ് ഇപ്പോൾ പ്രോബ്ലം ആകാൻ പോകുന്നു. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ ഗവൺമെൻറ് വന്നിട്ട് വെഹിക്കിൾ സ്ക്രാപ്പേജ് എന്ന് പറഞ്ഞു ഒന്ന് തുടങ്ങിയിരിക്കുന്നു. അതായത് വെഹിക്കിളിന് 15 വർഷത്തിൽ അതേ സ്ക്രാപ്പ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കാരണം ടാറ്റ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ 11 സെൻറ്ററിൽ സ്ക്രാപ്പിംഗ് സെൻറ്ററിനെ വാങ്ങിയിരിക്കുന്നു. സ്ക്രാപ്പിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. ഈ JLRനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ. ഇതിൽ ഒരുപാട് വ്യാപാരം അകത്തുണ്ട്. ഇത് കാരണമാണ് ഇവർക്ക് നല്ല കാര്യമെന്ന് ഞാൻ അറിയിച്ചായിരുന്നു. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. എല്ലാ സത്യങ്ങളും പുറത്തിറങ്ങിയിരിക്കുന്നു. JLRലിരുന്ന് TCSനും ടാറ്റ ടെക്നോളജീസിനും 6000 കോടി വ്യാപാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് 3 വലിയ കമ്പനിക്കാണ് മാക്സിമം ചെല്ലുന്നത്. TCSന് 4400 കോടി, ടാറ്റ ടെക്നോളജീസിന് 1750 കോടി, എലിപ്സിക്ക് 844 കോടി. ഇതിലെ ടെക്നോളജീനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയ വലിയ മറ്റ് കാർ കമ്പനീസിനൊക്കെ അവർ കൊടുക്കും. ഓൾറെഡി ടെക്നോളജീസ് ഒക്കെ ചെയ്യുന്നു. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ സെയിൽസ് കയറിയിരിക്കുന്നു. ഒരു 10 കാർ വിൽക്കുവാണെങ്കിൽ കാർ ഡെഫിനറ്റായിട്ട് EV കാറായിട്ട് വന്നിരിക്കുന്നു. സ്കൂട്ടറിൽ ഇന്നും കൂടുതലാണ്. ഇന്ത്യ വന്നിട്ട് ടോപ്പ് 10 എമർജിങ് മാർക്കറ്റിലില്ല എന്ന് പറയുന്നു. കാരണം AA സ്റ്റോക്സ് ആണ് ഗ്ലോബൽ സ്റ്റോക്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം തായ്വാൻ ആൻഡ് സൗത്ത് കൊറിയയിലുള്ള ടോപ്പ് 10 സ്റ്റോക്സിൽ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് പോലും ഇല്ല. നല്ല ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. 26 കൊല്ലത്തിൽ ആദ്യത്തെ പ്രാവശ്യം നടക്കുന്നതാണ് ഇതിങ്ങനെ. അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ന്യൂസാണ്. അതിനെപ്പോലെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കാം. FMCG ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇരിക്കുന്നല്ലേ, ഈ സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കുന്നവരൊക്കെ, റീച്ചോ സോപ്പ് ചീപ്പൊക്കെ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് മാർജിനേ കിട്ടുന്നില്ല. ഞങ്ങൾ റോട്ടിലിറങ്ങി എന്ന് പറഞ്ഞ് ഞങ്ങൾ ബോട്ടലിനെ ചുറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ഈ മേരു തന്നെ എന്തോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നൊക്കെ വിറ്റ് കാശെടുക്കണതാണ് ഞങ്ങളെ സ്പെഷ്യലിസ്റ്റ്. ഈ ടാർഗറ്റിന് 2 മാസത്തിൽ ഞങ്ങൾ 12,000 കോടിക്ക് ചെയ്തായിരുന്നു. ആണ് ഇതിലുള്ള സാധന. കോൾ ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, NHBC വിറ്റുകൊണ്ടിരുന്നു. ഇത് കാരണം ഇന്തോ US ഡീൽ ഇപ്പോൾ വരില്ല. സെക്ഷൻ 301 നമ്മളെ മുകളിൽ ടാരിഫ് ഇടുമെന്ന് പറയുന്നു. ആ ടാരിഫൊക്കെ വരുവാണെങ്കിൽ വളരെ പാടാണ്. ഇപ്പോൾ വരില്ല എന്നാണ് തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ ഫെഡ് വന്നിട്ട് റേറ്റൊന്നും കട്ട് ചെയ്യാതെ റേറ്റിന് അങ്ങനെ ഹോൾഡിൽ വെച്ചിരിക്കുന്നു. ഇതേ സമയം US ജഡ്ജ് വന്ന് $100,000 ഓർഡറിന് ഗാലി ചെയ്തിരിക്കുന്നു. ഗൂഗിൾ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു ഓൺ ചിപ്പ് ഡെവലപ്പ് ചെയ്തതിന് 1 മില്യൺ ചിപ്പ്, അതായത് 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം ചിപ്പ്, ഇത് 30 ലക്ഷം ചിപ്പിനെ ഇൻറ്റലിൽ വന്ന് ഡൽഹിയിൽ ഇടാൻ പറഞ്ഞിരിക്കുന്നു. ഇൻറ്റൽ വന്നിട്ട് ടേൺ അറൗണ്ട് ആകും എന്നതിൽ കാണാൻ പറ്റുന്നു. പ്രേഡ് 26 വാങ്ങിയുണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്.
SBI എന്ത് പറയുന്നെന്നാൽ ഞങ്ങൾ വാ കൊണ്ട് വട ചുടുമെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യ് എന്ന് പറയും. ഞങ്ങളെ കമ്പനീനെ വെളിനാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ കമ്പനിക്കും ഞങ്ങൾ കാശ് കൊടുക്കും. $1 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ചിൽ സൺ ഫാർമയ്ക്ക് കടം കൊടുക്കുന്നതായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. അതായത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് SBI $1 ബില്യൺ ഫോറക്സിൽ കടം കൊടുക്കും. അതുപോലെ തന്നെ 8,811 കോടി രൂപ ഡിവിഡൻഡും കൊടുക്കും. അങ്ങനെയെന്ന് വെച്ചാൽ എന്തെന്നാൽ ഇരിക്കുന്ന കാശൊക്കെ എല്ലാം ഡിവിഡൻഡാ പോവും. എങ്കിലേ ഡെപ്പോസിറ്റ് വരുന്നില്ല എന്ന് പറയുന്നു. ഇത് കാരണം ഞങ്ങൾ ബോണ്ടായിട്ട് കാശിനെ എടുക്കും എന്ന് പറയുന്നു. ആണ് നമ്മളെ പ്ലാൻ. മാത്രമല്ലാതെ ഇന്ന് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു. ഇപ്പം എങ്ങനെയാണ് ഡെപ്പോസിറ്റ് എടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു വലിയൊരു ഇറക്കം വന്ന് ഈ 23,000 എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. വെസ്റ്റേൺ ന്യൂസ് 23 ഉടയ്ക്കുമോ എന്നല്ല, ഇന്ന് എപ്പോൾ എന്നതാണ് ചോദ്യം. എന്തെന്ന് വെച്ചാൽ പല ആൾക്കാർ ഇത്ര ദിവസം വന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പടം കാണിച്ചു. 5 കൊല്ലത്തിൽ 0 റിട്ടേൺസാണ് സ്റ്റോക്കിൽ. ഒരു ലിസ്റ്റ് ഇട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നു. 5% ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോട്ടക് മഹീന്ദ്ര ഇതുപോലത്തെ വലിയ വലിയ കമ്പനികളൊക്കെ ഇരിക്കുന്നു. HDFC ബാങ്കും ഇതിലുണ്ട്. ഇപ്പം എന്താണെന്ന് ഇനി ഒരു ദിവസം നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.